പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 ഓഗസ്റ്റ് മാസം 2-ാം തീയതി വെള്ളിയാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ അപ്പ ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കൈകളെ ഉയർത്തിപ്പിടിച്ചിട്ട് ഈ നല്ല സമയം നമ്മുടെ ജീവിതത്തിൽ തന്ന പിതാവിന് സ്തോത്രം പറഞ്ഞ്, കർത്താവെ, അപ്പയ്ക്ക് നന്ദിയോടെ സ്തോത്രം അപ്പ, നന്ദിയോടെ സ്തോത്രം അപ്പ, നന്ദിയോടെ സ്തോത്രം അപ്പ, നന്ദിയോടെ സ്തോത്രം അപ്പ, നന്ദിയോടെ സ്തോത്രം സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ അപ്പം ഞങ്ങളെ കാത്തു പരിപാലിച്ചല്ലോ. അനർത്ഥങ്ങൾ, അപകടങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ എന്നൊക്കെയും ഞങ്ങളെ വിടുവിച്ച അങ്ങയുടെ വിശ്വസ്തതയ്ക്ക് സ്തോത്രമപ്പ, സ്തോത്രം സ്തോത്രമപ്പ, സ്തോത്രം സ്തോത്രമപ്പ, സ്തോത്രം സ്തോത്രമപ്പ. രാത്രികാലം നല്ല ഉറക്കം തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചതിന് സ്തോത്രമപ്പ, സ്തോത്രം സ്തോത്രമപ്പ, സ്തോത്രം സ്തോത്രമപ്പ, സ്തോത്രം സ്തോത്രമപ്പ, സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ എഴുന്നേൽപ്പിച്ചതിന് അപ്പയ്ക്ക് സ്തോത്രം സ്തോത്രം സ്തോത്രമപ്പ, സ്തോത്രമപ്പ, സ്തോത്രം സ്തോത്രമപ്പ. ഈ പകൽക്കാലം അങ്ങ് ഞങ്ങളെ ജയത്തോടെ നടത്തുന്നതോർത്ത് അങ്ങേക്ക് സ്തോത്രം, അങ്ങേക്ക് സ്തോത്രം 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 സ്തോത്രം. കർത്താവെ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങ് നല്ലവൻ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാണ്. അങ്ങേപ്പോലെ മറ്റാരുമില്ല. അങ്ങ് വിശ്വസ്ത ദൈവമാകിയാൽ, മാറാത്ത ദൈവമാകിയാൽ, അവൻ കരുണയും കൃപയും നിറഞ്ഞ കർത്താവാകിയാൽ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അപ്പം നന്ദിയോടെ സ്തോത്രം, അപ്പം നന്ദിയോടെ സ്തോത്രം, അപ്പം നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സങ്കീർത്തനക്കാരൻ പറയുക, 68-ാം സങ്കീർത്തനം 4 വാക്യം, ദൈവത്തിന് പാടുവീൻ, കർത്താവിൻ്റെ നാമത്തിന് പാടുവീൻ, മരുഭൂമിയിൽ കൂടി വാഹനമേറി വരുന്ന വഴി നിരത്തുവിൻ, യാഹെന്നാകുന്ന കർത്താവിൻ്റെ നാമം, കർത്താവിൻ്റെ മുമ്പിൽ ഉല്ലസിപ്പീൻ. അതെ പ്രിയപ്പെട്ടവരെ, സന്തോഷത്തോടെ പാടി സ്തുതിക്കേണ്ട ഒരു ദിവസമായിരുന്നു. അവൻ ദൈവസന്നിധിയിൽ പാടി പുകഴ്ത്തണം കർത്താവിനെ. അവൻ 19-ാം വാക്യം, നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ സന്തോഷത്തോടെ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കാം, കർത്താവിനെ സ്തുതിക്കാം, കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്താം. നമ്മൾ പ്രാർത്ഥിക്കാൻ പോകും. എല്ലാവരും കണ്ണുകൾ അടച്ചാട്ടെ. ഏകമായി ഏക മനസ്സോടെ ആമേൻ ഐക്യമത്യപ്പെട്ട് നമുക്ക് ലോകവ്യാപകമായി ആയിരിക്കുന്ന ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. പരിശുദ്ധ പിതാവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്നത്തെ പ്രഭാതത്തിൽ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഒരുമനപ്പെട്ട് ഞങ്ങൾ ഏക ഹൃദയത്തോടെ അങ്ങനെ പൊന്മുഖത്തേക്ക് നോക്കുക. അപ്പോൾ ഈ പ്രാർത്ഥനയുടെ മാസം 2-ാം ദിവസം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളായിരിക്കുന്ന രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവിക സമാധാനവും സന്തോഷവും കൊണ്ട് ഞങ്ങളുടെ രാജ്യങ്ങൾ നിറയട്ടെ. ഞങ്ങളുടെ ഭരണകർത്താക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവിക ജ്ഞാനവും പരിജ്ഞാനവും കൊണ്ട് അവർ നിറയപ്പെടട്ടെ. കർത്താവേ, ഈ ശബ്ദം കേൾക്കുന്ന ഓരോ മക്കൾക്ക് വേണ്ടിയും ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ആവശ്യങ്ങളിൽ അങ്ങയുടെ വലിയ പ്രവൃത്തി ഇന്ന് പകൽക്കാലം വെളിപ്പെടണം. രോഗികളായി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ദൈവിക സൗഖ്യം, യേശുവിൻ്റെ നാമത്തിൽ ദൈവിക രോഗസൗഖ്യം, തിരുവഴുത്തി പറഞ്ഞിരിക്കുന്ന സൗഖ്യമാക്കുന്ന റാഫയാകുന്ന ഞങ്ങളുടെ പിതാവിൽ നിന്ന് ഒഴുകുന്ന രോഗസൗഖ്യം ഇപ്പോൾ തൻ്റെ ജനത്തിൻ്റെ മേൽ വ്യാപരിക്കട്ടെ. അവർ സൗഖ്യമാകട്ടെ. യെസ്, യേശുവിൻ്റെ നാമത്തിൽ തൈറോയിഡിൻ്റെ പ്രോബ്ലംസ് ഇന്ന് പ്രഭാതത്തിൽ സൗഖ്യമാകട്ടെ. പ്രത്യേകിച്ച് തൈറോയിഡ് ട്യൂമറുകൾ, തൈറോയിഡ് മുഴകൾ ഇപ്പോൾ നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ ഡിസപ്പിയർഡായി മാറട്ടെ. അതുപോലെ തന്നെ ക്യാൻസറസ് ആയിട്ട് നിൽക്കുന്നതെല്ലാം ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. നാവിൻ്റെ മേലുള്ള വ്രണങ്ങളെ, വായ്ക്കകത്തുള്ള വ്രണങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ മുറിവുകൾ ഹീലാകട്ടെ. കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തി നടന്നിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. തലയോടുള്ള ബന്ധത്തിൽ അത്ഭുതങ്ങൾ നടക്കണം. തലയ്ക്കകത്തും തലയ്ക്ക് പുറത്തുമുള്ളതായ പ്രശ്നങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. അതുപോലെ കർത്താവെ, ജോലിയില്ലാത്തവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വഴിയും വാതിലും തുറക്കപ്പെടട്ടെ. ബിസിനസ്സിൽ അഭിവൃദ്ധി ഉണ്ടാകട്ടെ. അതുപോലെ കർത്താവിന് വേല ചെയ്യുന്ന ദാസിദാസന്മാരെ അനുഗ്രഹിക്കണം. ഉപജീവന മാർഗത്തിന് വേണ്ടി നട്ടമോടുന്ന പ്രിയപ്പെട്ടവരുണ്ട് കർത്താവെ. ഒരു മാർഗവുമില്ലാതെ ഭാരപ്പെടുന്നവർ, വാടക കൊടുക്കുവാൻ കഴിയാതിരിക്കുന്നവർ, അവരെ അനുഗ്രഹിക്കണം. ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കുന്നു. ഇന്ന് കർത്താവെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന വിവാഹപ്രായമായ കുഞ്ഞുങ്ങളുടെ വിവാഹം തക്ക സമയത്ത് നടക്കണം. അഡ്മിഷന് വേണ്ടി ആമേൻ ഈ ഓഗസ്റ്റ് മാസവും ഭാരപ്പെട്ടിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവർക്ക് അഡ്മിഷൻ ലഭിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കറക്റ്റ് കോളേജുകളിൽ പ്ലേസ്മെൻറ്റ്, കറക്റ്റ് യൂണിവേഴ്സിറ്റികളിൽ പ്ലേസ്മെൻറ്റുകൾ ലഭിക്കട്ടെ. ആമേൻ വിദേശ യാത്രയ്ക്കുള്ള പഠനത്തിനുള്ള ഡോക്യുമെൻറ്റുകൾ കറക്റ്റ് ആകട്ടെ. അതിനുള്ള പേപ്പർ വർക്കുകൾ കറക്റ്റ് ആകട്ടെ. അതിനുള്ള ആമേൻ വിസ യേശുവിൻ്റെ നാമത്തിൽ റെഡിയായി വരട്ടെ.
കർത്താവ് അത്ഭുതം ചെയ്തിരിക്കുന്നതിന് നന്ദി. ഇന്ന് മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന സഭായോഗങ്ങൾ അനുഗ്രഹപൂർണ്ണമായി തീരട്ടെ. ലോകവ്യാപകമായി നടക്കുന്ന പ്രാർത്ഥനാ യോഗങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. പ്രാർത്ഥന കേട്ട കൃപകൾക്ക് നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. രാവിലെ ഇന്ത്യൻ സമയം 8:15 നമ്മുടെ മീറ്റിംഗ് ആരംഭിക്കും. നിശ്ചയമായും എല്ലാവരും പങ്കെടുക്കുക. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം നമുക്ക് ഒരുമിച്ച് വായിക്കാം. ഇത് പ്രാർത്ഥനയുടെ മാസമാണ്. നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും. നമുക്ക് ലഭിച്ച ഭയങ്കരമായ ഒരു പ്രോമിസ് വേർഡാണ്. നിങ്ങൾ എൻ്റെ നാമത്തിൽ, യേശു പറയാം, നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും ചെയ്തു തരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ പ്രാർത്ഥനയുടെ മാസം കാര്യമായിട്ട് തന്നെ ചോദിക്കണം. ചോദിക്കുന്നതിന് ആമേൻ എന്ത് ഒരു കുറവും വരുത്തണം. കാരണം കർത്താവ് പറഞ്ഞിരിക്കുക ചോദിക്കണം. പ്രാർത്ഥന കണ്ടുപിടിച്ചത് കർത്താവ്. പ്രാർത്ഥനയുടെ പിന്നിൽ ഉദ്ദേശം, അതിൻ്റെ പിന്നിലുള്ള മാസ്റ്റർ പ്ലാൻ ദൈവം ഒരുക്കിയതാണ്. കാരണം നമ്മുടെ ആവശ്യങ്ങൾക്ക് മറുപടി തരുവാൻ വേണ്ടിയാണ് കർത്താവ് പ്രാർത്ഥന എന്ന ഒരു ടോപ്പിക്ക് തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ ആരോഗ്യത്തിൽ, നിങ്ങളുടെ സാമ്പത്തികത്തിൽ, നിങ്ങളുടെ തൊഴിൽ എന്നിവയിൽ എന്ത് കാണാൻ ആഗ്രഹിക്കുന്നോ, എന്ത് ആഗ്രഹിക്കുന്നു, ആദ്യമേ മനസ്സിലാക്കുക കർത്താവ് നല്ലവനാണ്, കർത്താവ് സ്നേഹിക്കുന്നവനാണ്. ആമേൻ. കർത്താവ് നൽകുമെന്ന് സംശയം കൂടാതെ ആമേൻ, ആമേൻ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തോട് ചോദിക്കണം. ആമേൻ. കർത്താവ് നമ്മളോട് ചോദിക്കാൻ പറഞ്ഞിരിക്കുക. അപ്പം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കാണുവാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ചോദിക്കും. നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ കാണുവാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ചോദിക്കും. നിങ്ങളുടെ കുടുംബജീവിതത്തിൽ കാണുവാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ചോദിക്കും. നിങ്ങളുടെ ശരീരത്തിൽ കാണാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് നീ ചോദിക്കുന്നതിന് മുമ്പ് മനസ്സിലാക്കുക കർത്താവ് സ്നേഹനിധിയാണ്. യേശു ക്രിസ്തുവിലൂടെ നമ്മളെ സ്നേഹിച്ചിരിക്കുക. അപ്പം ആ സ്നേഹനിധിയായ കർത്താവ് നമുക്ക് നൽകുമെന്ന് സംശയിക്കാതെ, ആമേൻ, ആമേൻ, നൽകുമോ കർത്താവേ, അങ്ങ് എനിക്ക് തരുമോ എന്നൊരു സംശയത്തിൻ്റെ ആവശ്യമില്ല. സ്നേഹനിധി ആയതുകൊണ്ട് നിശ്ചയമായി നൽകും. ചോദിക്കുക. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഇന്ന് എത്ര പേര് ചോദിക്കുവാൻ തയ്യാറാണ്? ചെറുത് ചോദിക്കാതെ വലുത് ചോദിക്കുക. അതാണ് ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് നമ്മൾ നിരാശപ്പെട്ട് ഭയപ്പെട്ട് സമാധാനമില്ലാതെ ജീവിക്കുവാനല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. നമ്മൾ സന്തോഷത്തിൻ്റെ സമൃദ്ധിയിൽ സ്വസ്ഥതയിൽ ജീവിക്കണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ചോദിക്കുന്നത് ആമേൻ ദൈവിക വചനപ്രകാരം, പദ്ധതി പ്രകാരം, ദൈവം ആമേൻ തിരുവെഴുത്ത് പ്രകാരം ആമേൻ നിങ്ങൾ ചോദിക്കുക. കർത്താവ് നിശ്ചയമായിട്ട് നൽകും. ഹല്ലേലൂയ. ആമേൻ. നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യങ്ങൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണോ? ആമേൻ. ചിലർ നമുക്കൊരു ചിന്തയുണ്ട്, ചെറിയ കാര്യങ്ങൾ മാത്രം ചോദിക്കണം. വലിയ കാര്യങ്ങൾ കർത്താവിനോട് ചോദിക്കുന്നത് ആമേൻ ചെറുത് ശരിയാണോ? ജോലി, എനിക്കൊരു ചെറിയ ജോലി കിട്ടണേ കർത്താവേ, ഒരു പ്രൊമോഷൻ കിട്ടണേ എന്ന് ചോദിക്കാൻ നമുക്കൊരു മടിയാണ്. ആമേൻ, ആമേൻ. അങ്ങനെയല്ല, വലിയ കാര്യങ്ങൾ ചോദിക്കുന്നത് കൊണ്ട് ഒരു തെറ്റുമില്ല. കർത്താവ് സ്നേഹനിധിയാണ്, നമ്മുടെ പിതാവാണ്. നിങ്ങളെ എന്നും ഒരു ചെറിയ ആക്കാനല്ല, വാലല്ല തലയാക്കുവാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ദരിദ്രനെ പൊടിയിൽ നിന്ന് ഉയർത്തുന്ന ദൈവമാണ്, അഗതിയെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്ന ദൈവം. അതുകൊണ്ട് നിങ്ങൾ ചോദിക്കുമ്പോൾ, ജോലിയിൽ മുന്നേറ്റം ചോദിക്കുമ്പോൾ, വലിയ പോസ്റ്റുകൾ ചോദിക്കും. കർത്താവെ, എനിക്ക് ഇന്ന പോസ്റ്റിലേക്കൊക്കെ ചെല്ലുവാൻ എൻ്റെ യോഗ്യത കൊണ്ടല്ല, കർത്താവായിട്ട് എന്നെ എത്തിക്കണം. എസ്തേറിനെ എത്തിച്ചതുപോലെ എന്നെ എത്തിക്കണം എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. അവിടെയാണ് കർത്താവ് വലിയ കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിൻ്റെ നന്മയിൽ വിശ്വസിക്കുവാൻ പറ്റത്തക്ക രീതിയിലുള്ള ദൈവത്തിൻ്റെ വചനം നമ്മൾ വിശ്വസിക്കണം, വചനം വായിക്കണം. അപ്പം ദൈവത്തിൻ്റെ നന്മയെക്കുറിച്ച് നമുക്ക് മനസ്സിലാകും. ആമേൻ. അപ്പോൾ നമുക്ക് വിശ്വാസം വരും ചോദിക്കുന്നതിന്. ആമേൻ. അപ്പം നമുക്ക് അവനോട് വലിയ കാര്യങ്ങൾ ചോദിക്കുവാൻ സാധിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ ഇരുന്ന് ആമേൻ, ഹല്ലേലൂയ, ഏറ്റവും വലിയ കാര്യങ്ങൾ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാൻ ചോദിക്കുക. പ്രാർത്ഥനയുടെ മാസമാണ്. പ്രാർത്ഥനയ്ക്ക് യാതൊരു മുടക്കവും വരുത്തരുത്. പ്രാർത്ഥനയ്ക്ക് പ്രത്യേകമായ ക്രമീകരണങ്ങൾ ചെയ്യണം. കഴിഞ്ഞ മാസങ്ങളിൽ പ്രാർത്ഥിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി അധികമായി പ്രാർത്ഥിക്കുകയും ദൈവവചനം ധ്യാനിക്കുകയും ആരാധിക്കുകയും ചെയ്യണം. അവൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം സ്നേഹനിധിയാണെന്നുള്ള ബോധ്യത്തിലും നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി തരുമെന്നുള്ള വിശ്വാസത്തിലും ചോദിക്കുക. വലുത് കാണുക. ഈ മാസം ദൈവം നിങ്ങളെ ഈ വചനത്താൽ അനുഗ്രഹിക്കട്ടെ. അവൻ സഭയ്ക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചോദിക്കണം, ആത്മാക്കളെ ചോദിക്കണം. അവൻ അഭിഷേകത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കുവാൻ പറയണം. അവൻ ദേശത്ത് ഉണർവുണ്ടാകാൻ പ്രാർത്ഥിക്കണം. നിങ്ങൾ വലിയ വലിയ കാര്യങ്ങൾ ചോദിക്കണം കേട്ടോ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീര്യപ്രവൃത്തികൾ നടക്കും. നമ്മൾ അത്ഭുതമായി മാറും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.